ഹലോ, ഇതാണ് മൗണ്ട് എറിഗൽ. അയർലൻഡിലെ കൗണ്ടി ഡോണിഗലിലുള്ള ഒരു മൗണ്ടനാണ്. ഒരുപാട് മൗണ്ടൻസ് ഉണ്ട് ഇവിടെ. അതിൽ ഒരു പേര് കേട്ട ചരിത്രപ്രധാനമായ ഒരു മൗണ്ടനാണ് മൗണ്ട് എറിഗൽ. മൗണ്ട് എറിഗലിനെ പറ്റി വലിയ ചരിത്രമുണ്ട്. എല്ലാം ഇവിടെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് അടിച്ചു നോക്കിയാൽ അറിയാം. മൗണ്ട് എറിഗലിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം കിട്ടും. അപ്പം നമ്മൾ മൗണ്ട് എറിഗൽ ഒന്ന് കയറി നോക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ കയറി പോകാനുള്ള വഴി. നമുക്കൊന്ന് മൗണ്ട് എറിഗലിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. അപ്പോൾ എല്ലാവരും കൂടെ വരിക. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകാം. ഇത് ഡോണിഗലിലെ ഏറ്റവും ഹയ്യസ്റ്റ് മൗണ്ടനാണ്. ഡോണിഗലിൽ ഒത്തിരി മൗണ്ടൻസ് ഉള്ളതിൽ ഏറ്റവും ടാളസ്റ്റ് മൗണ്ടൻ പീക്കാണ് ഇത്, മൗണ്ട് എറിഗൽ. ഇത് താഴേന്ന് ഏറ്റവും മുകളിൽ വരെ ആണ്ട് 5 കിലോമീറ്ററോളം ഉണ്ട്. 5 കിലോമീറ്റർ ദൂരം നമ്മൾ ഇതുപോലെ സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താൻ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2464 ഫീറ്റാണ്. 2464 ഫീറ്റാണ് ഈ മൗണ്ടൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് കയറി പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്, മൗണ്ടൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും മുകളിലോട്ട് കിടക്കുകയാണ് ദൂരം. നമ്മൾ ഇതിൻ്റെ മുകളിലെത്തുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറിൽ കൂടുതലെടുക്കും. ഓരോരുത്തരുടെ കയറുന്നതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒക്കെ അനുസരിച്ച് പല സമയമുണ്ട്. ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂർ, അതിൽ കൂടുതൽ 2 മണിക്കൂർ വരെ എടുക്കും മുകളിലെത്താനായിട്ട്. അതുപോലെ അത്രയും സമയം തന്നെ എടുക്കും മുകളിൽ നിന്ന് താഴെ വരാനും. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാഴ്ചകളൊക്കെ കണ്ട് കയറിപ്പോകാം. ഇങ്ങനെ ഓരോ കല്ല് പാകി സ്റ്റെപ്പ് പോലെ വെച്ചിട്ടുണ്ട്. കയറിപ്പോകാനായിട്ട് സുഖമായിട്ട് കയറിപ്പോകാം. പക്ഷേ വേറെ കുത്തനെയുള്ള കയറ്റമാണ്. ചിലയിടത്തെല്ലാം വളരെ ചീപ്പായിട്ടുള്ള കയറ്റമാണ്. ഇതുപോലെ കല്ല് പാകി വെച്ചിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാം. നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയാണ് അത് കാണുന്നത്. ഏറ്റവും താഴെ നിന്ന് റോഡാണ് അവിടെ, മെയിൻ റോഡ്. അവിടെ നിന്ന് കയറി ഏകദേശം പകുതി വഴി എത്തിയിരിക്കുകയാണ്. ഇനിയും മുകളിലോട്ട് ഇതുപോലെ ഒത്തിരി കയറാനുണ്ട്. നല്ല ക്ലൈമറ്റായിരുന്നു, അതുകൊണ്ട് കയറാൻ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്റ്റെപ്പും കല്ലുമൊക്കെ ഒരുവിധം നല്ല ഉറച്ചായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇടയ്ക്ക് ചിലത് കല്ലൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സൂക്ഷിച്ച് കയറേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കല്ല് നമ്മളൊന്ന് സ്ലിപ്പായാൽ, അല്ലെങ്കിൽ ഒരു ബാലൻസ് തെറ്റിയാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന തരത്തില്ല കാര്യം. അതുപോലെ
സ്റ്റീപ്പായിട്ടുള്ള സൈഡിൽ ഭയങ്കര വളരെ കുഴിയാണ്. കാരണം അധികം വീതിയില്ല. നടന്നു പോകുന്ന കയറി പോകുന്ന സ്ഥലത്ത് അധികം വീതിയില്ല. ഒരാൾക്ക് കഷ്ടിച്ച് ഒരാൾക്ക് കയറിപ്പോകാനുള്ള വീതിയേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഉള്ള മലയാണ്. മുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. മുകളിലെത്തിയിട്ടില്ല ഇതുവരെ. ഏതാണ്ട് പകുതി ദൂരം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം ഏകദേശം മുകളിൽ ഒരു സൈഡിലെത്തി. മലയുടെ മൗണ്ടൻ്റെ ഒരറ്റത്ത് മുകളിലത്തെ ഒരു പീക്കിലെത്തിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ മൂന്ന് പീക്കുണ്ട്. അതിൻ്റെ നടുക്ക് സെൻട്രലിലെ പീക്കാണ് ഏറ്റവും ഉയരം കൂടിയത്. ഇനിയിപ്പം അതിൻ്റെ നേരെ പുറകിൽ കാണുന്ന സെൻട്രലിലെ ഭാഗമാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ പീക്ക്. ഇപ്പം നമ്മൾ ഏറ്റവും മുകളിൽ സെൻട്രലുള്ള പീക്കിലെത്തിയിരിക്കുകയാണ്. അതാണ് മൗണ്ട് എറിഗലിൻ്റെ ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് പീക്കിലാണ് ഇപ്പം നിൽക്കുന്നത്. 2464 ഫീറ്റ് അടി ഉയരത്തിലുള്ള മൗണ്ട് എറിഗലിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന്. ചുറ്റും ഡോണികൽ മൊത്തം കാണാം. എല്ലാം തടാകങ്ങളും ലേക്കുകളും പച്ചപ്പുകളും
എല്ലാമായിട്ടുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് അവിടെ ഇന്ന് കാണാൻ ഉള്ളത്. ഇനി നമുക്ക് തിരിച്ച് പുറകോട്ട് ആ വഴി തന്നെയാണ്, തിരിച്ച് മുകളിൽ കൂടെ തന്നെയാണ് പുറകോട്ട് പോകേണ്ടത്. മുകളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോരാൻ തോന്നിയില്ല. പിന്നെ അവിടെ കുറേ നേരം നിന്ന് കാഴ്ചകൾ കണ്ട് നമുക്ക് പോരാൻ തോന്നിയില്ല. ഇനിയിപ്പം താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇനിയിപ്പം താഴോട്ട് പോരുകയാണ്. ഇനിയിപ്പം ഞങ്ങൾ താഴെ പോരുന്നവരെ താഴോട്ടിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാനോർത്ത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ താഴോട്ടിറങ്ങാൻ അതുപോലെ വലിയ കയറുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇവിടെ കുറച്ച് ഭാഗം മലയുടെ സൈഡിൽ കൂടെയാണ് വഴി വെട്ടി വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് നടക്കാനുള്ള വീതിയുള്ള ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള മലയുടെ സൈഡിൽ കൂടെ ഒരാൾക്ക് നടക്കാനുള്ള വീതിയിൽ കുറച്ച് ഭാഗം ഇങ്ങനെ വഴി വെട്ടി വെച്ചിരിക്കുകയാണ്. പണ്ട് ജമ്മു കാശ്മീരിലും സിംലയിലും ഒക്കെ ഇതുപോലെ വലിയ മലയുടെ സൈഡിൽ കൂടെ വഴി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കുറേ ഭാഗം അങ്ങനെയാണ്. ഒരാൾക്ക് നടക്കാനുള്ള വീതിയുള്ളൂ. ഒരു സൈഡിൽ മലയും മറ്റേ ഒരു സൈഡിൽ ഭയങ്കര കുഴിയാണ്. നമ്മളെ കാല് തെറ്റിയ സൈഡിലോട്ട് പോയാൽ പറ്റിയൊക്കെ പിടിച്ചാൽ കിട്ടിയില്ല. അത് കുറേ ഭാഗം അങ്ങനെ സൈഡിൽ കൂടെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പാണ് താഴോട്ട്. Alright, boss. Uh, Much left to go, is there? on the top there. Yeah, decent wee bit. Maybe 20 minutes. Not too bad. Not too bad. Hopefully, fingers crossed. Eh? Alright. Hello. Hi, man. Nice view at the top. Nice, yeah, nice, very nice. There's no end for this, lad. Hello. Oh, how are you? That's good. Hello. Yeah.
Look. Hello. How's it going? Nice.
അങ്ങനെ നമ്മൾ താഴെ എത്തി. മലയുടെ മുകളിൽ നിന്ന് താഴെ എത്തി. പിന്നെ ഇപ്പം വലിയ സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴിയാണ്. ഇനിയിപ്പം മെയിൻ റോഡിലേക്ക് എത്താൻ ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ എടുക്കും. ഇതിൽ അതാണ് നമ്മൾ കയറി ഇറങ്ങി വന്ന മലയുടെ മുകളിൽ.